PMEGP പദ്ധതി ആനുകൂല്യത്തിലൂടെ തൊഴിൽ സംരംഭം വിജയകരമായി പ്രാവർത്തികമാക്കി പെരുമ്പാവൂർ കോടനാട് സ്വദേശിനിയായ വീട്ടമ്മ. റിപ്പോർട്ടിലേക്ക്. ഇത് ബികോം ബിരുദധാരിയും 2 ആൺമക്കളുടെ അമ്മയുമായ കോടനാട് സ്വദേശിനി സിന്ധു പണിക്കർ. റൂഫ് വെൽഡിംഗ് തൊഴിലാളിയായ തന്റെ ഭർത്താവിന് ഒരു സ്ഥിര വരുമാനമില്ലാത്തതിനാൽ സിന്ധു വീടിനടുത്തുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി നോക്കിയെങ്കിലും വീട്ടിലെ കഷ്ടതകൾ മാറിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയതോടെ കൂടുതൽ വരുമാനം ആർജിക്കാനുള്ള ശ്രമങ്ങളായി. സ്വന്തമായി ഒരു തൊഴിൽ സ്ഥാപനം ആരംഭിക്കുക എന്നതായിരുന്നു സിന്ധുവിന്റെ ലക്ഷ്യം. പരിസരത്ത് നിന്നുള്ള 4 സ്ത്രീകളെയും കൂട്ടി സ്ത്രീകൾക്കുള്ള അടിവസ്ത്ര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിയത്. പഴയ മെഷീനുകളൊക്കെ വാങ്ങിച്ച് യൂണിറ്റ് തുടങ്ങിയപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. ഓർഡറുകൾ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഇതിന്റെ ലോണിനെ കുറിച്ച് പല ബാങ്കുകളിൽ അന്വേഷിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് തന്റെ നാട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ മനോഹരൻ സാറിൽ നിന്നും PMEGP എന്ന പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. ആദ്യകാലത്തുള്ള ബാങ്കിന്റെ ഇത് ഒന്നും തന്നെ ഇല്ല. ഇത് വ്യവസായ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന പ്രൊജക്ട് പാസ്സായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ ഓഫീസർ അത് പരിശോധിക്കുകയും അത് ബാങ്കുകൾക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ പെട്ടെന്ന് പാസ്സാക്കി കൊടുക്കുന്നു. അതിന്റെ ഇൻസ്റ്റാൾമെന്റ് എല്ലാം വളരെ ലളിതമായ മാർഗത്തിലൂടെ കൂടെയാണ്. കൂവപ്പടിയിലുള്ള യൂണിയൻ ബാങ്ക് ശാഖയെ സമീപിച്ചു. 10 ലക്ഷം രൂപ അപേക്ഷിച്ച സ്ഥാനത്ത് 8,67,000 രൂപ ഈ പദ്ധതി പ്രകാരം ലോണായി കിട്ടി. ഈ പദ്ധതിക്ക് എടുക്കുന്ന പണത്തിന്റെ 35% സബ്സിഡിയായി ലഭിച്ചു. 10 മെഷീനുകൾ, ചിലവിനുള്ള മെറ്റീരിയൽ കോസ്റ്റും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രാസപ്പാൽസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എസ്റ്റാർ ബ്രാൻഡ് നെയിമിലുള്ള ബ്രേസിയറിന്റെ യൂണിറ്റ് തുടങ്ങുകയുണ്ടായി. അതിലൂടെ നമുക്ക് 10 പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. സ്ത്രീകൾക്ക് ആവശ്യമായ വിവിധ വർണ്ണങ്ങളിലുള്ള അടിവസ്ത്രങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരാശരി ഒരു മാസം 1000 പീസെങ്കിലും ഇവർ തയ്ച്ചുണ്ടാക്കും. ഓണം സീസൺ ഡിമാൻഡ് കണക്കിലെടുത്താണ് ഇപ്പോൾ നിർമ്മാണം. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് ഇവിടെ ജോലിക്ക് വന്നത്. പിള്ളേര് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ചെയ്യാം. ഇവിടെ ഒരു ചേച്ചി നടത്തുന്നത് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജോലി ചെയ്താൽ മതി. പവർ മെഷീൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്ത് കൊടുക്കാൻ പ്രൊഡക്റ്റ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയിലൂടെ സിന്ധു സ്വന്തമായി കരുത്ത് ആർജിക്കുക മാത്രമല്ല, നിരവധി കുടുംബങ്ങൾക്ക് കരുത്ത് പകർന്ന് സ്ത്രീ ശാക്തീകരണവും യാഥാർത്ഥ്യമാക്കി. ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്ന് ഒരു സ്ഥാപനത്തിന്റെ സാരഥി എന്ന ഇതിലേക്ക് എനിക്ക് വളരാൻ കഴിഞ്ഞത് PMEGP സ്കീമിലുള്ള ലോൺ ലഭിച്ചതുകൊണ്ടാണ്. അത് മുഖാന്തരം നമുക്ക് 10 പേർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടെ മക്കളുടെ ഭാവിയും മികവാർന്നതാക്കാൻ ഈ വീട്ടമ്മയ്ക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നു. ജോസഫ് മാർട്ടിൻ, DD ന്യൂസ്, കൊച്ചി.